ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ അവിടെ സിസ്റ്റം യഥാർത്ഥത്തിൽ തകരാറാണോ? നമുക്ക് 3 ആസ്പെക്ട് എടുക്കാം. ഒന്ന്, അവിടെ വേണ്ടത്ര ലാബ് സംവിധാനമുണ്ടോ? തിരുവനന്തപുരത്ത് 2 കാത്ത് ലാബുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മൂന്നാമത്തേത് പ്രവർത്തനക്ഷമമാകാൻ പോകുന്നു. അത് നവീകരിച്ച് മൂന്നാമത്തേത് അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണ് തോന്നുന്നു. അവരുടെ അനുവാദം വേണം. കാര്യം അതിനകത്ത് റേഡിയോളജിക്കൽ സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് അംഗീകാരം കിട്ടി. അടുത്ത ചൊവ്വാഴ്ച 3ാമത്തെ കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് തിരുവനന്തപുരത്ത്. എത്ര സർജറിയാണ് അവിടെ ഒരു ദിവസം നടന്നിരുന്നതെന്നറിയാമോ? ഇത് നവീകരിക്കുന്നതിന് മുൻപ് എനിക്കൊന്ന് 20ഓളം പെർ ഡേ ഓൺ ആവറേജ് 20ഓളം ആൻജിയോപ്ലാസ്റ്റികൾ നടന്നിരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം. അവിടെയാണ് ഇപ്പോൾ 16ഓളം ശരാശരി ഒരു മാസം 16ഓളം ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന ഒരു 24 hours പ്രവർത്തിക്കുന്ന കാത്ത് ലാബാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെ ലാബ് പ്രവർത്തനക്ഷമമല്ല എന്ന് പറയാൻ കഴിയില്ല. 3, ഡോക്ടർമാരുടെ അഭാവമുണ്ട്. അവിടെ 17 ഡോക്ടർമാരിൽ 4 പേര് പ്രൊഫസർമാരടക്കം 17 ഡോക്ടർമാരുണ്ട്. കേരളത്തിൽ ഏറ്റവും മികച്ച ഹൃദ്രോഗ വിദഗ്ധർ, ഇപ്പോൾ കോട്ടയത്തുള്ള ഡോക്ടറെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, കോട്ടയത്തുള്ള ജയകുമാർ ഡോക്ടർ ഏറ്റവും മിടുക്കനായ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ്, പ്രൊഫസറാണ്. അതേപോലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഡോക്ടർ മാത്യു വെയ്പ്പാണെങ്കിലും ഡോക്ടർ സിബു ആണെങ്കിലും ഇവരുടെയൊക്കെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഇന്നേ വരെ ഒരു പരാതി നമ്മൾ കേട്ടിട്ടില്ല. മാത്രമല്ല അങ്ങേയറ്റം സത്യസന്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് എന്നുള്ളത് അവിടെ ചികിത്സ തേടിപ്പോകുന്ന മനുഷ്യർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അവിടെ ലാബിന് കുറവില്ല, അവിടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവില്ല. ഇനി മരുന്നിന് കുറവുണ്ടോ? മരുന്നിന് കുറവില്ലെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട വേണുവിന് ഈ ഹെപ്പാരിൻ എന്ന് പറയുന്ന മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ രേഖകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടോ? ഇനി അതാണ് 3ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ സിസ്റ്റം എറാവണമെങ്കിൽ ഇതൊക്കെയാണല്ലോ കാരണം. 1, ഡോക്ടർമാരുടെ ക്ഷാമം ഉണ്ടാവണം, അതവിടില്ല. 2, അവിടുത്തെ സിസ്റ്റം എറാവണമെങ്കിൽ ലാബ് പ്രവർത്തനക്ഷമമല്ലാതിരിക്കണം, അങ്ങനെയുമില്ല. ലാബ് 100% പ്രവർത്തനക്ഷമമാണ്. 3ാമത്തെ ഒരു ലാബ് കൂടി ചൊവ്വാഴ്ച പ്രവർത്തനക്ഷമമാകും. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രോട്ടോകോൾ യഥാർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ടോ? അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു എന്ന് തന്നെയാണ് കാർഡിയോളജി വിദഗ്ധന്മാർ പറയുന്നത്.